നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. പന്നിയങ്കര ടോൾ പ്രദേശവാസികൾക്ക് സൗജന്യം നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമായി. പരമാവധി 9.5 കിലോമീറ്റർ പരിധിയിലുള്ളവർക്ക് സൗജന്യം ലഭിക്കും. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രതിഷേധം. BJPയുടെ നേതൃത്വത്തിൽ മന്ത്രി KB ഗണേഷ് കുമാറിനെ കരിങ്കൊടി കാണിച്ചു. ദേശങ്ങൾ ഒരുങ്ങി, ഇനി ഉത്സവത്തിന്റെ ദിനരാത്രങ്ങൾ. കാവശ്ശേരി ശ്രീ പരക്കാട്ടുകാവ് പൂരമഹോത്സവം വ്യാഴാഴ്ച. വർണ്ണാഭമായി തെന്നിലാപുരം കുന്നേക്കാട്ട് ഭൗതിക്ഷത്തിലെ വേല മഹോത്സവം. വാർത്തകൾ വിശദമായി. പന്നിയങ്കര ടോൾ പ്രദേശവാസികൾക്ക് സൗജന്യം നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമായി. പരമാവധി 9.5 കിലോമീറ്റർ വരെയുള്ളവർക്ക് സൗജന്യം ലഭിക്കും. വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുന്നത് സംബന്ധിച്ച് തിങ്കളാഴ്ച നടന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. ടോൾ പ്ലാസയിൽ നിന്നും 7.5 മുതൽ 9.4 കിലോമീറ്റർ ചുറ്റളവിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഏകോപിപ്പിച്ച് പരിധി നിശ്ചയിച്ചു. ഈ പരിധിയിൽ വരുന്ന പ്രദേശത്തുള്ളവർക്ക് സൗജന്യ യാത്ര നൽകും. 7.5 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് മാത്രമേ സൗജന്യ യാത്ര അനുവദിക്കുകയുള്ളൂ എന്നതാണ് കരാർ കമ്പനിയുടെ നിലപാട്. എന്നാൽ സർവകക്ഷി യോഗത്തിന്റെ തീരുമാനത്തിൽ കരാർ കമ്പനി വഴങ്ങുകയായിരുന്നു. ഇത് പ്രകാരം നിശ്ചയിച്ച സ്ഥലത്തിന്റെ പരിധിയിലുള്ളവർക്ക് രേഖകൾ ടോൾ പ്ലാസയിൽ സമർപ്പിക്കാം. സൗജന്യ യാത്രയ്ക്ക് പുറത്തുള്ള 20 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് പ്രതിമാസ പാസ് എടുത്ത് യാത്ര ചെയ്യാം. പ്രതിമാസം 350 രൂപ നൽകിയാൽ ഒരു മാസം എത്ര തവണ വേണമെങ്കിലും ടോൾ നൽകാതെ യാത്ര ചെയ്യാൻ കഴിയും. കൂടാതെ 4 ചക്രങ്ങളുള്ള ഓട്ടോറിക്ഷകളെയും സ്കൂൾ വാഹനങ്ങളെയും ടോളിൽ നിന്നും ഒഴിവാക്കാനും ധാരണയായി. യോഗത്തിൽ K രാധാകൃഷ്ണൻ MP അധ്യക്ഷനായി. MLA മാരായ PP സുമോദ്, KD പ്രസേനൻ, ADM K മണികണ്ഠൻ, വടക്കഞ്ചേരി CI KP ബെന്നി, പുതുക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് I ഹസീന, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, സമരസമിതി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഇന്നുണ്ടായ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് മാർച്ച് മാസം 25-ാം തീയതി വരെ ടോളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ വിവിധ പഞ്ചായത്തുകളിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി ADM-നെയും കരാർ കമ്പനിക്കാരെയും ചുമതലപ്പെടുത്തിയിരുന്നു. ആ ലിസ്റ്റ് ADM വായിക്കുകയും ടോളിന് ചുറ്റുവട്ടത്തുമുള്ള 5 പഞ്ചായത്തുകളിലെ 12 പോയിന്റുകൾ 7.5 കിലോമീറ്റർ മുതൽ 9 കിലോമീറ്ററും 400 മീറ്ററും 9.4 കിലോമീറ്റർ എന്ന നിലയിൽ പരിധിയിൽ 12 പോയിന്റുകൾ പോയിന്റ് നിശ്ചയിച്ച് പൂർണ്ണമായും സൗജന്യ യാത്ര എന്ന നിലയിലേക്കുള്ള യാത്രാ ആനുകൂല്യം നേടിയെടുക്കാൻ ഇന്ന് ചർച്ചയുടെ ഭാഗമായി സാധിച്ചു. നാളെ മുതൽ സൗജന്യ പാസ് കരാർ കമ്പനി വിതരണം ചെയ്യും. നിശ്ചയിക്കപ്പെട്ട പോയിന്റിന് ശേഷം 20 കിലോമീറ്റർ പരിധിയിലുള്ള ആളുകൾക്ക് മന്ത്ലി പാസ് ഉൾപ്പെടെ എടുക്കാവുന്നതാണ്. ആ അർത്ഥത്തിൽ ഏറെക്കാലത്തെ പ്രശ്നം ചർച്ചയിലൂടെയും സമരങ്ങളിലൂടെയുമെല്ലാം വിജയിച്ചു. തത്വത്തിൽ വടക്കഞ്ചേരി പന്നിയങ്കര ടോൾ പ്ലാസയിലെ സമരവുമായി ബന്ധപ്പെട്ട് പൊതുവിൽ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളുമെല്ലാം ഉയർത്തിയ ഡിമാൻഡുകൾ ഒരു പരിധിവരെ എല്ലാ തലത്തിലും പ്രായോഗികമായ നിലയിലേക്കുള്ള വിട്ടുവീഴ്ച ചെയ്യാൻ ടോൾ കരാർ കമ്പനി തയ്യാറായി. തുടക്കത്തിൽ 3 കിലോമീറ്റർ എന്നതായിരുന്നു അവരുടെ ഡിമാൻഡ്. അത് മാറി പിന്നീട് 5 പിന്നീട് 7.5 ഇപ്പോൾ 7.5 മുതൽ ചില പോയിന്റുകളിൽ 9.5 കിലോമീറ്റർ വരെ സൗജന്യം അനുവദിക്കാൻ ആവശ്യമായ തീരുമാനത്തിലേക്ക് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധിച്ചു എന്ന സന്തോഷ വാർത്ത ഉൾപ്പെടെ ഈ അവസരത്തിൽ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ കരിങ്കൊടി കാണിച്ച് BJP. സാധാരണക്കാർക്ക് കയറാൻ പറ്റും. 5 വർഷമായിട്ട് ഇവിടെ ഈ കംഫർട്ട്
നമ്പർ ഇടുന്നതല്ല, മന്ത്രി അവിടെ നിൽക്കട്ടെ. മന്ത്രി അവിടെ നിൽക്കട്ടെ. കച്ചവടം നടക്കാൻ നമ്പർ ഇട്ട് കൊടുക്കുന്നത് മുനിസിപ്പാലിറ്റി അവർക്ക് ഞാൻ നിങ്ങളെ സംസാരിക്കാൻ വിളിക്കുമ്പോൾ നിങ്ങൾ മാത്രം സംസാരിക്കും. ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ സംസാരിക്കും. പുതിയ KSRTC സ്വിഫ്റ്റ് സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പാലക്കാട് KSRTC ഡിപ്പോയിലെത്തിയ മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെയാണ് കരിങ്കൊടിയുമായി BJP പ്രവർത്തകർ രംഗത്തെത്തിയത്. KSRTC ബസ് സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്നായിരുന്നു BJPയുടെ ആവശ്യം. പ്രതിഷേധിച്ച BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. VK ശ്രീകണ്ഠൻ MP, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്നിവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. CPI 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി CPI കിഴക്കഞ്ചേരി ലോക്കൽ സമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കാളികളായി. തുടർന്ന് കുണ്ടുകാട്ടിൽ വെച്ച് നടത്തിയ സമ്മേളനം CPI മുൻ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും തെരഞ്ഞെടുക്കുക നേരിട്ട്. ബ്രാഞ്ച് സെക്രട്ടറിയെ ബ്രാഞ്ച് സമ്മേളനം തെരഞ്ഞെടുക്കും, ലോക്കൽ സെക്രട്ടറിയെ ലോക്കൽ സമ്മേളനം തെരഞ്ഞെടുക്കും. പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആരാണ് തീരുമാനിക്കുന്നത്? നമ്മുടെ പ്രതിനിധികൾ ചേരുന്ന അഖിലേന്ത്യാ സമ്മേളനം. ഇത്രമാത്രം ജനാധിപത്യമുള്ളൊരു പാർട്ടി ലോകത്ത് മറ്റു വല്ല പാർട്ടിയുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഈ പാർട്ടി ജനങ്ങളുടെ പാർട്ടിയാണ്. ഇത് ജനങ്ങളുടെ പാർട്ടിയാണ്, പാവപ്പെട്ടവരുടെ പാർട്ടിയാണ്, പട്ടിണിക്കാരുടെ പാർട്ടിയാണ്, കഷ്ടപ്പെടുന്നവരുടെ പാർട്ടിയാണ്. ആ പാർട്ടി കേരളത്തിൽ രൂപീകരിച്ചിട്ട് ഇപ്പം 1939 പിണറായിയെ പാറപ്പുറത്താണ് രൂപീകരിച്ചത്. അന്ന് പാർട്ടി രൂപീകരിച്ചപ്പം പലരും ചോദിച്ചു, ഇതിന് വേര് പിടിക്കുമോ? പാറപ്പുറത്ത് വേര് പിടിക്കുമോ? കൃഷ്ണപിള്ളയായിരുന്നു പാർട്ടി സെക്രട്ടറി. അദ്ദേഹം പറഞ്ഞു, വേര് പിടിച്ചാൽ പിന്നെ ദൈവം വിചാരിച്ചാലും മാറ്റാൻ കഴിയില്ല. അലി കുന്നങ്കാട് അധ്യക്ഷനായി. സംസ്ഥാന കൗൺസിൽ അംഗം T സിദ്ധാർത്ഥൻ, K രാമചന്ദ്രൻ, വാസുദേവൻ തെന്നിലാപുരം, PM അലി, മീനാകുമാരി, A സുരേഷ് കുമാർ, N അമീർ, K ഹനീഫ, രത്നകുമാരി എന്നിവർ സംസാരിച്ചു. വടക്കഞ്ചേരി പന്നിയങ്കര അംഗൻവാടിയിൽ ആരംഭിച്ച കൃഷിന്റെ ഉദ്ഘാടനം നടന്നു. പന്നിയങ്കര അംഗൻവാടിയിൽ കൃഷിന്റെ ഉദ്ഘാടനം വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് നിർവഹിച്ചു. CDPO P വിജയലക്ഷ്മി അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രുക്മിണി ഗോപി, ഗ്രാമപഞ്ചായത്ത് അംഗം അമ്പിളി മോഹൻദാസ്, K പ്രഭാകരൻ, S സുമ, റോസമ്മ സെബാസ്റ്റ്യൻ, ഉദയകുമാർ, ജോസ് സുന്ദരൻ എന്നിവർ സംസാരിച്ചു. പുതുക്കോട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് AK സയ്യിദ് മുഹമ്മദിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം ചേർന്നു. പുതുക്കോട്ടിലെ CPIM നേതാവും പഞ്ചായത്ത് പ്രസിഡന്റും പ്രമുഖ സഹകാരിയുമായിരുന്ന AK സയ്യിദ് മുഹമ്മദിന്റെ നിര്യാണത്തിന്റെ ഭാഗമായി അനുശോചന യോഗം നടത്തി. CPIM ജില്ലാ കമ്മിറ്റി അംഗം KN സുകുമാരൻ അധ്യക്ഷനായി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TM ശശി, PP സുമോദ് MLA,
പി പൊന്നുകുട്ടൻ, പുതുക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഐ ഹസീന, PM അലി, ഉദയകുമാർ, എ രാമദാസ്, MK ചന്ദൻ എന്നിവർ സംസാരിച്ചു. AK സെയ്ദ് മുഹമ്മദ് അനുസ്മരണ യോഗത്തിൽ CK രാജേന്ദ്രൻ സംസാരിക്കുന്നു. സ്വന്തമായ എന്തെങ്കിലും ആഗ്രഹങ്ങളോ അദ്ദേഹം പ്രകടിപ്പിക്കുമായിരുന്നില്ല. എല്ലാവരോടും സഹമനസ്സത്തോടുകൂടി സാഹോദര്യത്തോടുകൂടി സമീപിക്കുകയും ആ സൗമ്യമായ ഭാവവും സ്വഭാവമൊന്നും അദ്ദേഹം തൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളിലോ പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകളിലോ പ്രകടിപ്പിക്കാറില്ല. ഏറ്റവും ഉത്തരവാദിത്വത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചല്ല കൃത്യമായ ധാരണയുള്ള ആളായിരുന്നു AK. ബാലസംഘം വേനൽത്തുമ്പി ജില്ലാ പരിശീലന ക്യാമ്പിന് വടക്കഞ്ചേരി തുടക്കമായി. വടക്കഞ്ചേരി അഞ്ചുമൂർത്തിമംഗലം ഗാന്ധി സ്മാരക UP സ്കൂളിൽ പല്ലുട്ടി സിനിമ ബാലതാരങ്ങളായ ചലച്ചിത്ര പുരസ്കാര ജേതാവ് ഡാവിഞ്ചി സന്തോഷ്, ബാലതാരങ്ങളായ നീരജ് കൃഷ്ണ, നിരുപമ രാജീവ്, സംവിധായകൻ ജിതിൻ രാജ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കണ്ടപ്പോൾ പിന്നെ അതിനുശേഷം ഷോർട്ട് ഫിലിം ചെയ്തു. ആദ്യത്തെ ഷോർട്ട് ഫിലിം വിജയം വായിച്ചു. പിന്നെ അതിനുശേഷം ജിതിൻ ചേട്ടൻ വിളിച്ചു, പല്ലുട്ടി ചെയ്തു. പല്ലുട്ടി യൂട്യൂബിലെല്ലാം വൈറലായി. സിനിമയിൽ അവസരങ്ങൾ കിട്ടി. ആദ്യത്തെ സിനിമ ഫ്രണ്ടിപ്പോഴും പിന്നെ ഒരുപാട് ചെറുതുള്ള വേഷങ്ങൾ ചെയ്തു. പിന്നെ പല്ലുട്ടി 96 എന്ന സിനിമയിലൂടെ സ്റ്റേറ്റ് വാഴ കിട്ടി. വളരെയധികം സന്തോഷം. ഈ സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് കുട്ടികളെയൊക്കെ അവരുടെ കഴിവുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം പരിപാടികളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകേണ്ടത്. അതിൽ ഡാവിഞ്ചി പറഞ്ഞ പോലെ തന്നെ 2017 ഒരു കൊച്ചു കുട്ടിയായിരുന്ന ഡാവിഞ്ചിയെ പോലുള്ളൊരു വളരെ നാട്ടുപുറത്തു നിന്ന് വരുന്ന ഒരു കലാകാരനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വേദിയാണ് വേനൽത്തുമ്പി പോലുള്ള ഇതിൽ നിന്ന് കിട്ടിയത്. K സ്നേഹ അധ്യക്ഷയായി. ബാലസംഘം സംസ്ഥാന അക്കാദമിക് കൺവീനർ TK നാരായണദാസ്, ജില്ലാ കോർഡിനേറ്റർ KR അഭിഷേക്, ജില്ലാ കൺവീനർ U ബാലചന്ദ്രൻ, K പ്രേംജിത്ത്, PT രാകേഷ്, C സച്ചിദാനന്ദൻ, K സുലോചന, CP സുധാകരൻ, K അനിരുദ്ധ്, T കണ്ണൻ, S ഭഗത് എന്നിവർ സംസാരിച്ചു. പുതിയ കാലത്തെ പ്രതിസന്ധികളും പരിമിതികളും മറികടക്കാനും മാറുന്ന കാലത്തിനൊപ്പം മുന്നിൽ കുതിക്കാനും കുട്ടികൾക്ക് ഊർജം നൽകുന്നതിന് ആവശ്യമായ നാടകങ്ങളും സംഗീത ശില്പങ്ങളുമാണ് ക്യാമ്പിൽ ഒരുങ്ങുന്നത്. ദേശങ്ങൾ ഒരുങ്ങി, ഇനി ഉത്സവത്തിന്റെ ദിനരാത്രങ്ങൾ. കാവശ്ശേരി പൂരമഹോത്സവം വ്യാഴാഴ്ച. കാവശ്ശേരി ശ്രീ പരക്കാട്ട് ഭഗവതിയുടെ മാമാങ്കത്തിന് തട്ടകം ഒരുങ്ങിക്കഴിഞ്ഞു. വ്യാഴാഴ്ച ആഘോഷിക്കുന്ന പൂരമഹോത്സവത്തിന്റെ ഭാഗമായി ദേശങ്ങളെല്ലാം സജീവമായി. കാവശ്ശേരി പരക്കാട്ട് ദേവസ്വവും കാവശ്ശേരി കഴനി വാവുള്യാപുരം ദേശക്കാരും പകൽപൂര കമ്മിറ്റിയുമാണ് കാവശ്ശേരി പൂരത്തിന്റെ പ്രധാന പങ്കാളികൾ. ആചാര അനുഷ്ഠാന നിറവിൽ പൂരത്തെ വരവേൽക്കാൻ പറവേല കമ്മിറ്റിയുമുണ്ട്. പൂരത്തിന്റെ തലേ ദിവസമാണ് പൂരം വിളംബരം ചെയ്തുകൊണ്ടുള്ള പറവേല നടക്കുക. മറ്റുള്ള ഉത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പകൽ നടക്കുന്ന ഉച്ചയീടാണ് ആഘോഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വാവുള്യാപുരം കഴനി കാവശ്ശേരി ദേശക്കാർ കഴനിച്ചുങ്കം കേന്ദ്രീകരിച്ച് നടത്തുന്ന ഉച്ചയീട് കാണാൻ പതിനായിരങ്ങളാണ് ഒഴുകിയെത്തുക. പൂരം ദിവസം വൈകുന്നേരം പകൽപൂര കമ്മിറ്റിയുടെ വെടിക്കെട്ടും ഒരുക്കിയിട്ടുണ്ട്. പൂരത്തിൻ്റെ വരവറിയിച്ച് ഈടുവടിയാലിന് സമീപം ബഹുനില പന്തൽ ഉയർന്നു കഴിഞ്ഞു. ആന, മേളം, ദൈവത്തിൻ്റെ പുഷ്പാലങ്കാരം, ദീപാലങ്കാരം എന്നിവയാണ്. അതെല്ലാം ഇവിടെ നടത്തി കഴിഞ്ഞു. പൂരത്തിന് ദിവസം 2 നേരം, ഉച്ചയ്ക്കലും വൈകിട്ടും, ഉച്ച സമയത്തും വൈകിട്ടും അന്നദാനം വളരെ വിപുലമായിട്ട് 10-15 ആൾക്കാർക്കാണ് ഇവിടെ അന്നദാനം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് വൈകിട്ട് പൂരത്തിൻ്റെ മുന്നോടിയായിട്ട് രാത്രി ഇവിടെ മേളം കായമ്പക നടക്കുന്നുണ്ട്. അത് വളരെ ഭക്തജനങ്ങൾ ഒരുപാട് വന്ന് ആസ്വദിക്കുന്നതാണ്. ദേവാലയത്തിൻ്റെ പുഷ്പാലങ്കാരങ്ങൾ, ദീപാലങ്കാരം 4-ാം തീയതി തന്നെ തുടങ്ങിയതാണ്. നാളെ അതും കാണാൻ ജനങ്ങൾ ദിവസം വരുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ദേവീ ദർശനത്തിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. നമ്മളെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ദേശത്തിലേക്ക് പോകുന്നത്. അവരെ വെടിക്കെട്ടും കുതിര എഴുന്നള്ളത്തുമാണ് ദേശക്കാരുടെ വക. രാവിലെ കാലത്ത് 4 മണി 5 മണിക്ക് ഇവിടെ പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു കുതിര എഴുന്നള്ളത്ത് കഴിഞ്ഞ ദിവസം അവർ 7 മണിക്ക് ഇവിടുന്ന് പോവുകയും അവരെ അവിടെ പോയിട്ട് കുതിരയ്ക്ക് കിണ്ണം ചാർത്തി കൊണ്ടുവരികയും ചെയ്യും. അത് കഴിഞ്ഞാൽ ഉച്ചയുടെ കൃത്യം 1 മണിക്ക് വാവുള്ളിയാറും ദേശവും, അത് കഴിഞ്ഞാൽ 2 മണിക്ക് കഴിഞ്ഞ ദേശവും 3 മണിക്ക് ആവശ്യം ദേശവും വെടിക്കെട്ട് നടത്തുന്നതാണ്. ചുങ്കം കേന്ദ്രീകരിച്ചിട്ടാണ് ഇത് നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇവിടുന്ന് 2 മണിക്ക് തിടമ്പേറ്റി ഒരു ആനയും കൂടെ പുറത്ത് തിടമ്പേറ്റി കൂട്ടാലയിൽ പോയി കൂട്ടാലയിൽ നിന്ന് മേളത്തോടുകൂടി 4 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങുകയും 7 മണിക്കാണ് നമ്മളിവിടെ ആലിൻ്റെ കീഴാത്തറയിൽ എത്തുന്നത്. അവിടെ 7:30 വെടിക്കെട്ട് കൃത്യമായിട്ട് പൊട്ടും. അത് കഴിഞ്ഞാൽ പിന്നീട് ആന ഉള്ളിൽ കയറി ഇടം പിറക്കി ബാക്കിയുള്ള കാര്യം ഇവിടുന്ന് കുത്തുവിളക്ക് 9 മണിക്ക് കുത്തുവിളക്ക് പോയതിന് ശേഷം ഓരോ ആവുകയാരോ കഴിഞ്ഞ് കുതിര ഇവിടെ നിന്ന് വരികയും അതേപോലെ അതിൻ്റെ പിന്നാലെ ആവശ്യരി ദേശത്തിൻ്റെ കുതിര ഇവിടെ എത്തുന്നതാണ്. അതിന് 12 മണിക്ക് ശേഷമാണ് ഇവിടെ രാത്രിയുള്ള വെടിക്കെട്ട്. അത് കഴിഞ്ഞ് പിന്നീട് കാലത്തുള്ള പരിപാടികളാണ്. കാലത്ത് ഇവിടെ കുതിരകൾ ആന ആദ്യം നിരക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ കുതിരകളെ അമ്മാങ്കൊട്ടിയും മറ്റുള്ളത് ആദ്യം തന്നെ. വർണ്ണാഭമായി തെന്നിലാപുരം കുന്നേക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം. ആഘോഷങ്ങളുടെ ഭാഗമായി വിശേഷാൽ പൂജകൾ, പഞ്ചവാദ്യം, മേളം എന്നിവയോടുകൂടിയ എഴുന്നള്ളത്ത് കിഴക്കേത്തറ, പടിഞ്ഞാറേത്തറ എന്നീ ദേശക്കാരുടെ നേതൃത്വത്തിൽ വിവിധ ചടങ്ങുകൾ നടന്നു. ചൊവ്വാഴ്ച പുലർച്ചെ പഞ്ചവാദ്യത്തോടെ ഗ്രാമത്തിൽ നിന്നും എഴുന്നള്ളത്ത് ആരംഭിച്ചു. കൂട്ടാലിയിൽ കളമെഴുത്തുപാട്ട്, കമ്പം കത്തിക്കൽ, വെടിക്കെട്ട് എന്നിവ നടന്നു.